ദിനവൃത്താന്തം 1-ാം പുസ്തകം അധ്യായം 9. ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യഹൂദയെയോ അവരുടെ അകൃത്യ നിമിത്തം അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരുടെ അവകാശത്തിലുള്ള പട്ടണങ്ങളിൽ വന്നു ചേർന്ന ആദ്യ നിവാസികൾ ഇസ്രായേലരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയ ജോലിക്കാരും ആയിരുന്നു. യെരൂശലേമിലോ ചില യഹൂദ്യരും ബെന്യാമീന്യരും എഫ്രായീമ്യരും മനശ്ശേയരും പാർത്തു. അവർ യഹൂദയുടെ മകനായ പേരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഓമ്രിയുടെ മകനായ അമീഹൂദിന്റെ മകൻ ഊത്തായിയും ശിലോന്യരിൽ ആദിജാതനായ അസായായും അവൻ്റെ പുത്രന്മാരും സേരഹിന്റെ പുത്രന്മാരിൽ യെയൂവേലും അവരുടെ സഹോദരന്മാരുമായ 690 പേരും. ബെന്യാമിൻ പുത്രന്മാരിൽ ഹസേനോവിൻ്റെ മകൻ ഹോദവ്യായുടെ മകനായ മെശുല്ലാമിൻ്റെ മകനായ സല്ലൂവും യെരോഹാമിൻ്റെ മകനായ യിപ്നെയായും മിക്രിയുടെ മകനായ ഉസ്ലയുടെ മകൻ ഏലയും യിപ്നെയാവിൻ്റെ മകനായ രയൂവേലിൻ്റെ മകനായ ഗഫത്യായുടെ മകൻ മെശുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാരാകെ 956 പേർ. ഈ പുരുഷന്മാർ താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യദയായും യഹോയാരീബും യാക്കീനും അഹീത്തൂബിൻ്റെ മകനായ മെരായോത്തിൻ്റെ മകനായ സാദോക്കിൻ്റെ മകനായ മെശുല്ലാമിൻ്റെ മകനായ ഹിൽക്കിയായുടെ മകനായി ദൈവാലയാധിപനായ അസര്യാവും മിൽക്കിയാവിൻ്റെ മകനായ പഷ്കൂരിൻ്റെ മകനായ യോരോഹാമിൻ്റെ മകൻ ആദായായും ഇമ്മോരിൻ്റെ മകനായ മെഷില്ലേമിത്തിൻ്റെ മകനായ മെശുല്ലാമിൻ്റെ മകനായ യഹ്സേരയുടെ മകനായ അദിയേലിൻ്റെ മകൻ മയശായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരുമാകെ 1760 പേർ. ഇവർ ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് സമർത്ഥന്മാരായിരുന്നു. ലേവ്യരിൽ മെരാര്യരിൽ ഹശബ്യായുടെ മകനായ അസ്രീകാമിൻ്റെ മകനായ അശൂബിൻ്റെ മകനായ ശമയ്യായും ബെക്ബക്കരും ഹേറേഷും ഗാലാലും അസാഫിൻ്റെ മകനായ സിക്രിയുടെ മകനായ മിഖയുടെ മകൻ മത്തന്യായും യദൂദിൻ്റെ മകനായ ഗാലാലിൻ്റെ മകനായ ശമരിയായുടെ മകൻ ഓബദ്യായും നെതോഹാദ്യരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബെറേക്കായും വാതിൽക്കാവൽക്കാർ ശല്ലൂമും അക്കൂബും എൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും. ശല്ലുവായിരുന്നു തലവൻ. ലേവ്യപാളയത്തിൽ വാതിൽ കാവൽക്കാരായ ഇവർ കിഴക്ക് വശത്ത് രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു എന്നു. കോരഹിൻ്റെ മകനായ എബ്രാസാഫിൻ്റെ മകനായ
കോരയുടെ മകൻ ശല്ലൂമും അവൻ്റെ പിതൃഭവനത്തിലെ അവൻ്റെ സഹോദരന്മാരായ കോരഹ്യൂരും കൂടാരത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരായി ശുശ്രൂഷയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു. അവരുടെ പിതാക്കന്മാരും കർത്താവിൻ്റെ പാളയത്തിന് മേൽവിചാരകന്മാരായി ദ്വാരപാലകരായിരുന്നു. എലയാസാരിൻ്റെ മകനായ ഹിനെയാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷേല്യാമ്യയുടെ മകനായ സഖര്യ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരുന്നു. വാതിൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ 212 പേർ. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലിപ്രകാരം ചാർത്തപ്പെട്ടിരുന്നു. ദാവീദും ശമൂവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത്. ഇങ്ങനെ അവരവരുടെ പുത്രന്മാരും കൂടാര നിവാസമായ ദൈവാലയത്തിൻ്റെ വാതിലുകൾക്ക് കാവൽ മുറപ്രകാരം കാവൽക്കാരായിരുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും 4 വശത്തും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ 7-ാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടി ജോലി ചെയ്തു. വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ 4 ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദൈവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും ഭരണം നടത്തി. കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന ജോലിയും അവർക്കുള്ള കൊണ്ട് അവർ ദൈവാലയത്തിൻ്റെ ചുറ്റും രാപ്പാർത്തു. അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ മേൽനോട്ടമുണ്ടായിരുന്നു. അവയെ എണ്ണി അകത്തു കൊണ്ടുപോകുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും എണ്ണ, വീഞ്ഞ്, കുന്തിരിക്കം, സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽനോട്ടക്കാരായി നിയമിച്ചിരുന്നു. പുരോഹിതപുത്രന്മാരിൽ ചിലർ ധൂപത്തിനുള്ള സുഗന്ധവർഗം ഉണ്ടാക്കും. ലേവ്യരിൽ ഒരുവനായി കോരഹ്യനായ ശല്ലൂമിൻ്റെ ആദ്യജാതൻ മദ്ധ്യയ്ക്ക് അന്തർകാര്യങ്ങളുടെ മേൽനോട്ടമുണ്ടായിരുന്നു. കൊഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശാബത് തോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു. ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളായ ഇവർ സംഗീതക്കാരായ പ്രത്യേക മുറികളിൽ പാർത്തിരുന്നു. അവർ രാവും പകലും തങ്ങളുടെ പണിയിൽ വ്യാപൃതരായിരുന്നത് കൊണ്ട് മറ്റു ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. ഈ പ്രധാനികൾ ഇവരുടെ പിതൃഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു. അവർ യെരൂശലേമിൽ പാർത്തു വന്നു. ഗിബെയോന്റെ പിതാവായ യേലും അവൻ്റെ ഭാര്യയ്ക്ക് മയഖ എന്നു പേർ. അവൻ്റെ മൂത്ത മകൻ അബ്ദോൻ, സൂർ, കീഷ്, ബാൽ, നേർ, നാദാബ്, ഗെദോർ, അഹ്യോ, സഖര്യ, മിക്ലോത്ത് എന്നിവരും പാർത്തു. മിക്ലോത്ത് ശമൂസിനെ ജനിപ്പിച്ചു. അവൻ തങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെ യെരൂശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കടുത്ത് പാർത്തു. നേർ കീശിനെ ജനിപ്പിച്ചു. കീശ് ശൗലിനെ ജനിപ്പിച്ചു. ശൗൽ യോനാഥാനെയും മൽക്കീശുവയെയും അബീനാദാബിനെയും യെശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരീബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീതോൻ, മേലെക്, തഹ്രേയ, ആഹാസ്.
ആഹാസ് യാരിയെ ജനിപ്പിച്ചു. യാരാ അലേമേത്തിനെയും അസ്മാവേത്തിനെയും സെമ്രിയെയും ജനിപ്പിച്ചു. സെമ്രി ഓസയെ ജനിപ്പിച്ചു. ഓസ ബിനയയെ ജനിപ്പിച്ചു. അവൻ്റെ മകൻ രഫയാം, അവൻ്റെ മകൻ ഏലാസ, അവൻ്റെ മകൻ ആസേൽ. ആസേലിന് 6 മക്കൾ ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ അസ്രീക്ക, ബെക്രു, ഇഷ്മായേൽ, ഷയര്യ, ഓബദ്യ, ഹാനാൻ. ഇവർ ആസേലിൻ്റെ മക്കൾ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർഗമോർ.